നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടീഷണൽ സെൻറ്റൻസുകളായിട്ട് ബന്ധപ്പെട്ടുള്ള 6 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത 6 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 7ാമത്തെ, ഇഫ് ഹി ഹാസ് സം മോർ മണി ഹി ഡാഷ് ഹെൽപ്പ് യു. അവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇഫ് ക്ലോസ് തന്നിട്ടുണ്ട്, മെയിൻ ക്ലോസ് ആണ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇഫ് ഹി ഹാസ് സം മോർ മണി, ഹി ഹാസ് വന്നു കഴിഞ്ഞപ്പോൾ പ്രസൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഹാഡ് വന്നു കഴിഞ്ഞാൽ പാസ്റ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഹാസ് വന്നിട്ട് ഹി ഹാസ് സം മോർ മണി, അവന് കുറച്ച് പണം കൂടി കുറച്ച് പണം കൂടി അവനുണ്ടെങ്കിൽ ഹി ഡാഷ് ഹെൽപ്പ്. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് ഫോം വന്നതുകൊണ്ട് അപ്പുറത്ത് മേ, വിൽ, ഷാൽ ഇതൊക്കെ വരുമെന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഷുഡ് വരത്തില്ല, അത് പാസ്റ്റ് ഫോം. ഈഫ് ക്ലോസ് പാസ്റ്റിലാണെങ്കിൽ മെയിൻ ക്ലോസില ഷുഡ്, മൈറ്റ്, കുഡ് ഇതൊക്കെ വരും. അപ്പോൾ ആ തന്നിരിക്കുന്ന 3 ശരിയല്ല. ഷുഡ്, മൈറ്റ്, കുഡ് അത് ശരിയല്ല. അപ്പോൾ ഹി മേ ഹെൽപ്പ് യു ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ഈഫ് ക്ലോസിൽ വന്നതുകൊണ്ട് മെയിൻ ക്ലോസിൽ വില്ല്, ഷാല്, മേ, ക്യാൻ ഇതൊക്കെ വരും. അതിനപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മേ ആയതുകൊണ്ട് മേ ഹെൽപ്പ് യു. എ ആണ് ശരി ഉത്തരം. 7ാമത്തിൻ്റെ ശരി ഉത്തരം എ ആണ്. 8ാമത്തത്, if I had a friend like you, if I had a friend like you dash I dash that mistake. എനിക്ക് നിന്നെപ്പോലെ ഒരു സുഹൃത്തുണ്ടായിരുന്നു എങ്കിൽ I dash that mistake. I dash that mistake. Might not have committed, won't commit, would not commit, will commit. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? നിങ്ങളെപ്പോലെ ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു എങ്കിൽ ഐ മൈറ്റ് നോട്ട് ഹാവ് കമ്മിറ്റഡ് വരുമോ? വോൺ കമ്മിറ്റ് വരത്തില്ല. ഹാഡ് വന്നതുകൊണ്ട് വോൺ കമ്മിറ്റ് വരത്തില്ല. വരുമോ? ഈഫ് ഐ ഹാഡ് എ ഫ്രണ്ട് ലൈക്ക് യു എന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഹാഡ് വന്നുകൊണ്ട് വോണ്ട് വരത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഹാഡ് വന്നുകൊണ്ട് വോണ്ട് വരത്തില്ല. അതിന് വിൽ നോട്ടാണ് വരുന്നത്. വിൽ നോട്ടാണ്. പിന്നെ അടുത്ത വുഡ് നോട്ട് കമ്മിറ്റ് വരുമോ? ഇഫ് ഹാഡ് വന്നുകൊണ്ട് വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ വരുന്നത്? അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഇഫ് ഐ ഹാഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇല്ല. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ V3 ഫോം അവിടെ ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാക്കണം, അത് സിമ്പിൾ പാസ്റ്റായിട്ട് എടുക്കേണ്ടതാണ്. ഹാസിൻ്റെയും ഹാവിൻ്റെയും പാസ്റ്റാണ് ഹാഡ്. അപ്പോൾ അവിടെ വേണ്ട ഇഫ് ഐ ഹാഡ് എ ഫ്രണ്ട് ലൈക്ക് യു, നിങ്ങളെപ്പോലൊരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ സിമ്പിൾ പാസ്റ്റ് വന്നുകൊണ്ട് ഇപ്പുറത്ത് വുഡ്, ഷുഡ്, മൈറ്റ് ഇതേലും വരണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് മൈറ്റ് നോട്ട് ഹാവ് വരത്തില്ല. മൈറ്റ് നോട്ട് ഹാവ് വരണമെന്നുണ്ടെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. പാസ്റ്റ് പെർഫെക്റ്റ് അല്ല. ഓൺ കമ്മിറ്റ് എന്ന് പറയണമെങ്കിൽ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കണം, സിമ്പിൾ പ്രസൻറ്റ് ആയിരിക്കണം. പിന്നെ വിൽ കമ്മിറ്റ് വരണമെന്നുണ്ടെങ്കിൽ വിൽ കമ്മിറ്റ് വരണമെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ആയിരിക്കണം. അതല്ല, ഇത് സിമ്പിൾ പാസ്റ്റ് ആയത് വുഡ് നോട്ട് കമ്മിറ്റ്. നിങ്ങളെപ്പോലൊരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ മിസ്റ്റേക്ക് വരുത്തത്തില്ലായിരുന്നു. അതാ വുഡ് നോട്ട് കമ്മിറ്റ് എന്നാണ്. വുഡ് നോട്ട് കമ്മിറ്റ്. ഇഫ് ഐ ഹാഡ് എ ഫ്രണ്ട് ലൈക്ക് യു ഐ വുഡ് നോട്ട് കമ്മിറ്റ് ദാറ്റ് മിസ്റ്റേക്ക്. അവിടെ ഉത്തരം ശരി സി, വുഡ് നോട്ട് കമ്മിറ്റ്. അടുത്തത് 9ാമത്തെ, ഇഫ് ഐ ഡാഷ് ഐ വിൽ അറ്റൻഡ് ദ ഫംഗ്ഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ നോക്കണം. ഇവിടെ ഇഫ് ക്ലോസ് ആണ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഐ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്. വിൽ അറ്റൻഡ്, വിൽ, ഷാൽ, മേ, ക്യാൻ പ്ലസ് ബേസ് ഫോം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഈഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് വരണം. വിൽ അറ്റൻഡ് വന്നുകൊണ്ട് അവിടെ സിമ്പിൾ പ്രസൻറ്റ് വരണം എന്ന് പറയും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഉള്ളത് അതേതാണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പം ഇൻവൈറ്റ് എന്ന് പറയാൻ സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റാണ്. ആം ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പാസീവ് ഫോമാണ്. വേർ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാലും പാസീവ് ഫോമാണ്. അപ്പോൾ നമ്മളിവിടെ വിചാരിക്കും സിമ്പിൾ പ്രസൻറ്റ് വരണം. ഇഫ് ഐ ഇൻവൈറ്റ്. പക്ഷേ ആ ഇൻവൈറ്റ് അല്ല, അത് തെറ്റാ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഐ വിൽ അറ്റൻഡ് ദ ഫംഗ്ഷൻ, ഞാൻ ആ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യും. ഇഫ് ഐ ആം ഇൻവൈറ്റഡ് എന്നാണ് പറയുന്നത്. അത് പാസീവ് ഫോമാണ്. സിമ്പിൾ പ്രസൻറ്റ് പാസീവ് ഫോം വരേണ്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇഫ് ഐ ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നാണ്. ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറയാൻ തെറ്റാ. എന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിലാണ്. ഇതെന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ ആക്റ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ ഇഫ് ദേ ഇൻവൈറ്റ് മീ അല്ലെങ്കിൽ ഇഫ് ഹീ ഇൻവൈറ്റ്സ് മീ, അവൻ എന്നെ ക്ഷണിക്കാനല്ലേ. ഇഫ് ഹീ ഇൻവൈറ്റ്സ് മീ, അവൻ എന്നെ ക്ഷണിക്കുകയാണെന്നുണ്ടെങ്കിലാണ്. അപ്പോൾ ഹീ ഇൻവൈറ്റ്സ് മീ എന്നുള്ളതിൻ്റെ പാസീവാണ് ഐ ആം ഇൻവൈറ്റഡ് ബൈ ഹിം എന്നല്ല, ഐ ആം ഇൻവൈറ്റ്സ് മീ എന്നുള്ളതാണ് ഐ ആം ഇൻവൈറ്റഡ്. അപ്പം ഇഫ് ഹീ ഇൻവൈറ്റ്സ് മീ, അപ്പോൾ അതിൻ്റെ ഇൻവൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസൻറ്റാണ്. സിമ്പിൾ പ്രസൻറ്റിനെ പാസീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കണം. അപ്പോൾ ഇഫ് ഹീ ഇൻവൈറ്റ്സ് മീ എന്നുള്ളതിൻ്റെ പാസീവ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കണം. അവിടെ ഒബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. വെർബിനോട് ഹും ഓർ വാട്ട് എന്നൊരു ചോദ്യം ചോദിക്കണം. ഹീ ഇൻവൈറ്റ്സ് ഹും, ആരെ ക്ഷണിക്കുകയാണെങ്കിൽ. ഇഫ് ഹീ ഇൻവൈറ്റ്സ് ഹും, എന്നെ ക്ഷണിക്കുകയാണ്. അപ്പോൾ മീ ആണ്. മീ എന്നുള്ളതിൻ്റെ സബ്ജക്റ്റീവ് ഫോം വരണം ഐ. മീ എന്നുള്ളതിൻ്റെ സബ്ജക്റ്റീവ് ഫോമല്ലേ ഐ. ഇൻവൈറ്റ്സ് വന്നുകൊണ്ട് സിമ്പിൾ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റിനെ പാസീവ് ആക്കുമ്പോൾ ആം ഈസ് ഓർ ആർ പ്ലസ് V3 വരണം. അപ്പോൾ നമ്മൾ ഐ ആദ്യം എഴുതി സബ്ജക്റ്റ് ആക്കി. ഇഫ് ഐ ആം ഇൻവൈറ്റഡ് ഐ വിൽ അറ്റൻഡ് ദ ഫംഗ്ഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട, ഇതാണ് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത്. ഇത് പാസീവ് ഫോമിലാണ്. അത് സിമ്പിൾ പ്രസൻറ്റ് പാസീവ്, സിമ്പിൾ പ്രസൻറ്റ് തന്നെ. നമ്മൾ നോക്കുമ്പോൾ ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റിലാണ് വരേണ്ടത്. സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസീവ് ഫോമിലാണ് എടുത്തിട്ടിരിക്കുക. അപ്പോൾ ഐ വിൽ അറ്റൻഡ് ദ ഫംഗ്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐ ഇൻവൈറ്റ് എന്ന് പറയത്തില്ല. ഇഫ് ഐ ഇൻവൈറ്റ് എന്ന് പറയാൻ ഞാൻ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ ഫംഗ്ഷന് വരുമെന്നല്ല. ഞാൻ എന്നെ തന്നെ ക്ഷണിക്കുകയാണെങ്കിലല്ലോ. ഞാൻ ക്ഷണിക്കപ്പെടുകയാണെങ്കിൽ ഇഫ് ഐ ആം ഇൻവൈറ്റഡ് ഐ വിൽ അറ്റൻഡ് ദി ഫംഗ്ഷൻ. ഇഫ് ഐ ആം ഇൻവൈറ്റഡ് ഐ വിൽ അറ്റൻഡ് ദ ഫംഗ്ഷൻ. ശരിക്കും മനസ്സിലാക്കണം, അത് ഒബ്ജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് ഫോം, ഒബ്ജക്റ്റിനെ എടുത്ത് സബ്ജക്റ്റ് ആക്കി ഇട്ടിരിക്കുന്നത് പാസീവ് ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച്, ഇത് പാസീവ് വോയിസ് ആണ്. അതുകൊണ്ട് ഇഫ് ഐ ആം ഇൻവൈറ്റഡ് ഐ വിൽ അറ്റൻഡ് ദി ഫംഗ്ഷൻ. എന്ന് വന്നുകൊണ്ടാണ് അത് സിമ്പിൾ പ്രസൻ്റ് ആണ് ഇഫ് ക്ലോസിൽ വരേണ്ടത് മനസ്സിലായത്. അല്ല സോറി, വിൽ അറ്റൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും മനസ്സിലായത്. സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസീവാണ് അവിടെ വരേണ്ടത്. ആം ഇൻവൈറ്റഡ് എന്ന് വരും. അപ്പോൾ അവിടെ ശരി ഉത്തരം സി ആണ്, ആം ഇൻവൈറ്റഡ്. അടുത്ത 10ാമത്തെ നോക്കി. ഇഫ് ഹി വാസ് ഗിവൺ എ ചാൻസ് ഹി ഡാഷ് കം ഔട്ട് വിക്ടോറിയസ്. ഇഫ് ഹി വാസ് ഗിവൺ എ ചാൻസ്, അവനൊരു ചാൻസ് കൊടുക്കപ്പെട്ടിരുന്നുവെങ്കിൽ, അതുകൊണ്ട് അവിടെയും പാസീവ് വാസ് ഗിവൺ, അത് സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ് കൊടുത്തിട്ട്. ഇഫ് ഹി വാസ് ഗിവൺ, അവന് കൊടുക്കപ്പെട്ടിരുന്നുവെങ്കിൽ, ഒരു ചാൻസ് കൊടുക്കപ്പെട്ടിരുന്നുവെങ്കിൽ. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ് വന്നപ്പോൾ അപ്പുറത്ത് വിൽ, വുഡ്, ഷുഡ്, മൈറ്റ് ഇതൊക്കെ വരണമെന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ എ വില്ല് വരില്ല, സി വിൽ ഹാവ് വരത്തില്ല, ഡി വുഡ് ഹാവ് വരത്തില്ല. അപ്പോൾ നമുക്ക് വരേണ്ടത് ഇഫ് ഹി വാസ് ഗിവൺ എ ചാൻസ്, അവനൊരു ചാൻസ് കൊടുക്കപ്പെട്ടിരുന്നു എങ്കിൽ. വാസ് ഗിവൺ നമ്മൾ നേരത്തെ ആം ഗിവൺ എന്ന് പറഞ്ഞ പോലെ തന്നെ, ആം ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ വാസ് ഗിവൺ എന്ന് വന്നിരിക്കുന്നത്. ഇഫ് ഹി വാസ് ഗിവൺ, വാസ് വന്നുകൊണ്ട് അതാണ് സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവാണെന്ന് മനസ്സിലായത്. വാസോ വേറോ പ്ലസ് V3 വന്നാൽ അത് സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി ഇഫ് ഹി വാസ് ഗിവൺ എ ചാൻസ് അവിടെ നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ വിൽ, വുഡ്, ഷുഡ്, മൈറ്റ് ഇതൊക്കെ വരണം. അപ്പം നമുക്ക് മനസ്സിലായി ബി ആണ് ഉത്തരം. ശരി, ബി. ഹി വുഡ് കം ഔട്ട് വിക്ടോറിയസ്, അവൻ വിജയകരമായി വരും. അവനൊരു ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവൻ വിജയിച്ചേനെ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. അടുത്ത 11ാമത്തെ. ഇഫ് ഹി ഹാഡ് റെഡ് ദ ന്യൂസ് പേപ്പർ കറക്റ്റ് ആൻസർ ഡാഷ് റിട്ടൺ. അപ്പോൾ ഇഫ് ഹി ഹാഡ് റെഡ് ദ ന്യൂസ് പേപ്പർ, അവൻ പത്രം ശരിക്ക് വായിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഇഫ് ഹി ഹാഡ് റെഡ് ദ ന്യൂസ് പേപ്പർ, അവൻ പത്രം വായിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ കറക്റ്റ് ആൻസർ ഡാഷ് റിട്ടൺ. അപ്പോൾ നമുക്കറിയാം ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നിട്ടുണ്ട്. ഇഫ് ഹി ഹാഡ് റെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഹി ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്ന് ഹാഡ് പ്ലസ് V3 വന്നപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ വുഡ് ഓർ ഷുഡ് ഓർ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 വരുമെന്നറിയാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഏതാ വരേണ്ട? വുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 ആണ്. V3 ഇവിടെ തന്നു റിട്ടൺ, റൈറ്റിൻ്റെ പാസ്റ്റ് V3 ആണ് റിട്ടൺ, റൈറ്റ് റോട്ട് റിട്ടൺ. അപ്പോൾ ഇവിടെ നമ്മൾ വുഡ് ഹാവ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും വുഡ് ഹാവ്. അടുത്ത വുഡ് ഹാവ് ബീൻ തന്നിട്ടുണ്ട്, അത് നമുക്ക് ബാധകമല്ല.
വിൽ ഹാവ് വന്നിട്ടുണ്ട്, അതും ബാധകമല്ല. വിൽ ഹാവ് ബീൻ വന്നിട്ടുണ്ട്, അതും നമുക്ക് ബാധകമല്ലെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കറക്റ്റ് ആൻസർ എന്ന് പറയും. കറക്റ്റ് ആൻസർ വുഡ് ഹാവ് റിട്ടൺ എന്നല്ല. കറക്റ്റ് അപ്പോൾ ആൻസർ ഉത്തരം എഴുതുന്നതെന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ എഴുതപ്പെടുമായിരുന്നു. അവിടെ ഒബ്ജക്റ്റാണ് വന്നിരിക്കുന്നത്. ഒബ്ജക്റ്റ് അത് പാസീവ് ഫോമിൽ അതും വന്നിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇഫ് ഹി ഹാഡ് റെഡ് ദ ന്യൂസ് പേപ്പർ ഹി വുഡ് ഹാവ് റിട്ടൺ ദി ആൻസർ. ഹി വുഡ് ഹാവ് റിട്ടൺ ദി കറക്റ്റ് ആൻസർ എന്ന് വന്നേനെ. അങ്ങനെ അത് ഹി അവിടെ കറക്റ്റ് ആൻസറിൻ്റെ അവിടെ ഹിയ വന്നിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് റിട്ടൺ അവൻ എഴുതുമായിരുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആണെങ്കിൽ ശരിയായ ഉത്തരം എഴുതപ്പെടുമായിരുന്നു. പാസീവ് ഫോമിലാണ് വരേണ്ടത്. അപ്പോൾ ബീൻ വരണം. കറക്റ്റ് ആൻസർ വുഡ് ഹാവ് ബീൻ റിട്ടൺ. വുഡ് ഹാവ് ബീൻ റിട്ടൺ. അപ്പോൾ ഇഫ് ഹി ഹാഡ് റെഡ് ദ ന്യൂസ് പേപ്പർ ഹി ഡാഷ് എന്നാ വന്നിരുന്നുവെങ്കിൽ ഹി വുഡ് ഹാവ് റിട്ടൺ. ഹിയ അവിടെ വന്ന് കറക്റ്റ് ആൻസറിൻ്റെ അവിടെ ഹിയ വന്നിരുന്നുവെങ്കിൽ ഹി വുഡ് ഹാവ് റിട്ടൺ എന്ന് വന്നേനെ. ഇവിടെ കറക്റ്റ് ആൻസറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് വന്നിരിക്കുന്നതുകൊണ്ട് കറക്റ്റ് ആൻസർ വുഡ് ഹാവ് ബീൻ റിട്ടൺ എന്ന്. അപ്പം അതാണ് അവിടെ പാസീവ് ഫോമിൽ വന്നിരിക്കുന്നത്. ഇവിടെ മെയിൻ ക്ലോസിലാണ് പാസീവ് ഫോം വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ അത് ശ്രദ്ധിക്കണം. കറക്റ്റ് ആൻസർ വുഡ് ഹാവ് ബീൻ റിട്ടൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൻസർ ബി ആണ് ശരി. ശ്രദ്ധിച്ച് മനസ്സിലാക്കണത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ നിങ്ങൾ ആവശ്യപ്പെടുക. അത് കറക്റ്റാക്കി തരുന്നതായിരിക്കും. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ഷീ ഡാഷ് അസിസ്റ്റഡ് ബൈ സം വൺ ഷീ വുഡ് ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക് ഇൻ ടൈം. ഇഫ് ഷീ ഡാഷ് അസിസ്റ്റഡ് ബൈ സം വൺ ഷീ വുഡ് ഹാവ് കംപ്ലീറ്റഡ് എന്ന് വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഇഫ് ക്ലോസിൽ വരേണ്ടത്. ഷീ വുഡ് ഹാവ് കംപ്ലീറ്റഡ് വന്നുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് വരണം. പാസ്റ്റ് പെർഫെക്റ്റ് വരണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഹാഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് പാസീവാണ്. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ പാസീവ് വരുമ്പോൾ അവിടേക്കൊരു ബീൻ ചേർക്കണം. ഇഫ് ഷീ ഹാഡ് ബീൻ അസിസ്റ്റഡ് ബൈ സം വൺ. അപ്പോൾ ഇവിടെ ആക്റ്റീവ് ഫോം എങ്ങനെയാണ് വരുന്നത്? ഇഫ് സമ്മൺ ഹാഡ് അസിസ്റ്റഡ് ഹെർ. ഇഫ് സമ്മൺ ഹാഡ് അസിസ്റ്റഡ് ഹെർ എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ആക്റ്റീവ് ഫോം. ആരെങ്കിലും ഒരാൾ അവളെ സഹായിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെ അസിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ. ഇഫ് സമ്മൺ ഹാഡ് അസിസ്റ്റഡ് ഹെർ. സമ്മൺ ഹാഡ് അസിസ്റ്റഡ് ഹെർ എന്നുള്ളത് ആക്റ്റീവ് ഫോമാണ്. അപ്പോൾ അതിൻ്റെ പാസീവ് ഫോമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഈ സമ്മൺ ഹാഡ് അസിസ്റ്റഡ് ഹെർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. സമ്മൺ ഹാഡ് അസിസ്റ്റഡ് ഹൂം. ആരെ അസിസ്റ്റ് ചെയ്തു? ഹെർ. ഹെർ എന്നുള്ളതിൻ്റെ സബ്ജക്റ്റീവ് ഫോം ഷീ. അപ്പം ഷീ ഹാഡ് അസിസ്റ്റഡ് വന്നുകൊണ്ട് അത് പാസീവ് ഫോമിൽ വരുമ്പോൾ ഹാഡ് ബീൻ അസിസ്റ്റഡ് വരും. അപ്പം ഇവിടെ വരേണ്ടത് ഇഫ് ഷീ ഹാഡ് ബീൻ അസിസ്റ്റഡ് ബൈ സം വൺ. ബൈ സം വൺ എന്ന് പറയുമ്പോഴേ അറിയാം ബൈ പാസീവ് വോയിസ് വന്നിരിക്കുന്നത്. ഇഫ് ഷീ ഹാഡ് ബീൻ അസിസ്റ്റഡ് ബൈ സം വൺ ഷീ വുഡ് ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക് ഇൻ ടൈം. ആരെങ്കിലും അവളെ അസിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു എങ്കിൽ അവൾ വർക്ക് സമയത്ത് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. അവൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇവിടെ ഹാഡ് ബീൻ ആണ്. അപ്പോൾ ഇതുപോലെ പാസീവ് വോയിസ് ഇഫ് ക്ലോസിലോ അല്ലെങ്കിൽ മെയിൻ ക്ലോസിലോ വരും. അത് ശ്രദ്ധിക്കണം. അതെ, തന്നിരിക്കുന്നത് പാസീവ് വോയിസ് ആണോ ആക്റ്റീവ് വോയിസ് ആണോ എന്ന്. അപ്പോൾ ഈ പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും പഠിച്ചിട്ടുള്ളവർക്ക് ഇത് വളരെ പെട്ടെന്ന് എഴുതാൻ കഴിയും. അപ്പോൾ ഞാൻ അടുത്ത ഒരു ക്ലാസ്സിൽ ഈ പാസീവ് ആക്റ്റീവ് വോയിസിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരും. പഠിച്ചിട്ടുള്ളവർക്കും പ്രയോജനമായിരിക്കും, പഠിക്കാത്തവർക്കും അത് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും 12 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഹാഡ് ബീൻ ആണ്. ബി ആണ് ശരി ഉത്തരം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണും, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.